നേത്രാവതി ട്രെക്കിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചാണ് ഈ സ്ട്രീം ക്രോസിങ്. ഷോലേക്കാടുകളിൽ നിന്ന് ഇതുപോലെ ഒഴുകി വരുന്ന അരുവികൾ ചേർന്നിട്ടാണ് നേത്രാവതി പുഴ ഉണ്ടാവുന്നത്. ഈ സ്ട്രീമുകൾ മൺസൂണിൽ വളരെ ഡേഞ്ചറസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മൺസൂണിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധയോടെ പോകണം. ഈ സ്ട്രീം ക്രോസിങ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടാണ് നേത്രാവതി ട്രെക്കിങ്ങിൻ്റെ യഥാർത്ഥ അസെൻഡ് ആരംഭിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊരു 1.5 കിലോമീറ്ററും കൂടി ഉണ്ട് ടോട്ടൽ സമ്മിറ്റിലോട്ട് എത്താനായിട്ട്. നമ്മൾ കയറും തോറും നമുക്ക് ചുറ്റുള്ള പുൽമേടുകളും മലനിരകളും കാണാൻ പറ്റും. കയറും തോറും നമ്മൾ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇതാണ് നേത്രാവതി പീക്കിന്റെ സമ്മിറ്റ് എന്ന് തോന്നുമെങ്കിലും പക്ഷെ എല്ലാം ഫാൾ സമ്മിറ്റുകളാണ്. ഒരുപാട് അത്തരത്തിലുള്ള ഫാൾ സമ്മിറ്റുകളുണ്ട്. നന്നായിട്ട് കയറാൻ കഷ്ടപ്പെടുമ്പോഴാണ് ശേഷാദ്രി ഇതുപോലെ ഓടിക്കയറുന്നത്. നേത്രാവതി ട്രെക്കിങ്ങിന്റെ ഭംഗി എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൗഡ് ബെഡുകളാണ്. ശരിക്കും ക്ലൗഡ് ബെഡ് അല്ല, ക്ലൗഡ് ഫാക്ടറി എന്ന് തന്നെ പറയാം. അത്ര മനോഹരമായിട്ടാണ് ക്ലൗഡും അതായത് മലനിരകളും ചേർന്നിട്ടൊരു വല്ലാത്തൊരു മാജിക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്കൊരു ഫസ്റ്റ് ടൈം ഒരു ട്രെക്കിങ് പോകണമെന്ന് കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് പോയി വരാവുന്ന ഒരു ട്രെക്കാണ് നേത്രാവതി ട്രെക്ക്. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി ചേർക്കേണ്ട ഒരു ട്രെക്കും കൂടിയാണ് നേത്രാവതി ട്രെക്ക്. നേത്രാവതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റേൺ ഘാട്ടിലെ പ്രൊമിനന്റ് ആയ പല പീക്കുകളും കാണാൻ പറ്റും. കുതിരമുഖ് പീക്ക് നമ്മുടെ വലതുവശത്തും റാണി ജഹാരി പീക്ക് നമ്മുടെ ഇടതുവശത്തായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ പതുക്കെ ഇറങ്ങി തുടങ്ങണം. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പേരെന്തിന്റെ? ഇത് ബെന്നുമുറുക്ക. ബെന്നുമുറുക്ക. അതിന് സാമ്പാറാ? സാമ്പാർ ചട്നി, ഓ, ഒരു ദോശ. കുതിരമുക്ക് മലനിരകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പുല്ലാണ് ഇത്. സാധാരണ ചട്നിയിലും സാമ്പാറിലൊക്കെ ഇടുന്നവർ പറയുന്നു. ഞങ്ങൾ നേരെ നടന്ന് താഴെ ഇറങ്ങി. നമ്മൾ നേരത്തെ വന്ന സ്ട്രീമിൻ്റെ അവിടെ പോയിരുന്നു. ഞങ്ങൾ പാക്ക്ഡ് ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഒരു ഐഡിയൽ ആയിട്ട് സ്പോട്ട് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. സ്ട്രീമിൻ്റെ അടുത്ത്, അരുവിയുടെ അടുത്ത് ഏറ്റവും മനോഹരമായിട്ടൊരു സ്പോട്ടിൽ ലഞ്ചിനായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്നിരുന്നു. നല്ലൊരു വളരെ രസകരമായിട്ടുള്ള ഒരു സ്പോട്ട്, വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്പോട്ട്. ടൊമാറ്റോ റൈസും അതുപോലെ തന്നെ അച്ചാറും സലാഡും എല്ലാം ഉണ്ട്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഓഫീസ് തിരക്കുകളൊക്കെ മാറ്റി ഒരു അരുവിയുടെ അല്ലെങ്കിൽ റിവർ സൈഡിൽ ഇരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിച്ചത്. ഒരു യാത്രയുടെ ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളാണത്. ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ഹോം സ്റ്റേയിൽ പോയിട്ട് പെട്ടെന്ന് റെഡിയായി മംഗലാപുരത്തോട്ട് യാത്ര തിരിച്ചു. നിങ്ങളും നേത്രാവതി ട്രെക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബൂട്ട് പാത്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം.